നമസ്കാരം, എൻ്റെ പേര് അഖില കൃഷ്ണ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻസൈഡ് നായസ് ഹോസ്പിറ്റൽ കൊച്ചി. നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിലായിട്ട് മറ്റുള്ളവരുടെ ബെഡ്റൂമിലൊക്കെ ആയിട്ട് ഒളിഞ്ഞു നോക്കുന്നതിന്റെ പേരിൽ നാട്ടുകാരെ കയറി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരക്കാരെ കുറിച്ചാണ്. വോയറിസം എന്ന് പറയുന്നത് പാരാഫിലിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മാനസിക രോഗമാണ്. വോയറിസം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ നഗ്നത ഒളിഞ്ഞു നോക്കുന്നത് വഴിയോ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കപ്പിൾസ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത് ഒളിഞ്ഞു നോക്കുന്നത് വഴിയോ മാത്രമാണ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി വഴി ഒരിക്കലും രതിമൂർച്ചയിലെത്താൻ ഇത്തരക്കാർക്ക് ആവില്ല. ഇതിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്. വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പോലും നോർമൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി വഴി രതിമൂർച്ചയിൽ എത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരക്കാരിങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നത്. ഒളിഞ്ഞു നോട്ടക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ പീപ്പിംഗ് ടോംസ് എന്നുള്ള ഒരു കൊളോക്കിയൽ ടേമും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒളിഞ്ഞു നോക്കുന്നതിന്റെ കൂടെ മാസ്റ്റർബേറ്ററി പ്രാക്ടീസസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് ചികിത്സ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തെറപ്യൂട്ടിക്കലി CBT പോലെയുള്ള തെറപ്യൂട്ടിക് ടെക്നിക്സ് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മറ്റു മെഡിക്കേഷൻസ് വഴി നമുക്ക് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താങ്ക് യു.